നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശത്രുഞ്ജയനായ ലങ്കേശ്വരൻ ആ സദസ്സിനെ ഒന്ന് അവലോകനം ചെയ്ത് സർവ്വസൈന്യാധിപനായ പ്രഹസ്തനെ വിളിച്ചു. സേനാനായക, ചതുരംഗപ്പടകളിൽ അഗ്രഗണ്യന്മാരായവരെ കൂടുതൽ കാവൽ നിർത്തണം. രാജസദസ്സിനെ പ്രത്യേകം കാക്കണം. എന്തൊന്നും ദ്രുതതരമായി ചെയ്യുന്നവനാണ് പ്രഹസ്തൻ. മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് സൈന്യങ്ങൾക്ക് സേനാധിപൻ നിർദ്ദേശം കൊടുത്തു. നഗരരക്ഷയ്ക്ക് സാധാരണയുള്ളതിനേക്കാൾ അധികം പടകളെ നിർത്തി. ഏറ്റവും കരുത്തന്മാരായവരെ ദർബാറിനെ പ്രത്യേകം കാവലാക്കി. ഇതെല്ലാം അല്പനിമിഷങ്ങൾക്കുള്ളിൽ ചെയ്ത് തിരുമുമ്പാകെ എത്തി തൊഴുതുകൊണ്ട് ഉണർത്തി. മഹാപ്രഭോ, നഗരത്തിനു വെളിയിലും ഇവിടെയും പ്രത്യേകമായും ശക്തരായ സൈന്യങ്ങളെ അടിയൻ നിർത്തിക്കഴിഞ്ഞു. തികച്ചും സ്വസ്ഥചിത്തനായി ഏത് രഹസ്യകാര്യവും ഇഷ്ടം പോലെ കൽപ്പിച്ചുകൊള്ളൂ. സുഖേച്ഛവും എന്നാൽ പ്രജാഹിതം നോക്കുന്നവനും സജീവ മധ്യത്തിൽ ഇരിക്കുന്നവനുമായ രാജാ രാവണൻ പ്രഹസ്തവാക്യം കേട്ട് ഇങ്ങനെ പറഞ്ഞു. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഉള്ള പ്രിയവും അപ്രിയവും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഇഷ്ടവും അനിഷ്ടവും തുടങ്ങിയ ഏതൊരു കൃത്യവും നിങ്ങളോടുകൂടി ആലോചിച്ചു തുടങ്ങിയത് ഇന്ന് വരെയും യാതൊന്നും വെറുതെ ആയിട്ടില്ല. ചന്ദ്രഗ്രഹ നക്ഷത്രങ്ങളാലും ദേവന്മാരാലും ചൂടപ്പെട്ട ദേവേന്ദ്രനെ പോലെ മന്ത്രതന്ത്ര നിപുണന്മാരായ നിങ്ങളാൽ ആവൃതനായ ഞാൻ മംഗളത്തെ അല്ലാതെ മറ്റെന്തെന്നാണ് നേടുക? പ്രത്യേകമായ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഇന്ന് നിശ്ചയിച്ചു. 6 മാസക്കാലമായി അനുജൻ കുംഭകർണൻ ഗാഠനിദ്രയിൽ കിടക്കുകയായിരുന്നുവല്ലോ. അമേയശക്തനായ ഇവൻ കൂടി ഇല്ലാത്തപ്പോൾ പറയാതിരുന്നതാണ്. പരാക്രമങ്ങളിൽ അഗ്രഗണ്യനായ കുംഭകർണൻ ഇന്ന് സന്നിഹിതനായത് ഭാഗ്യം തന്നെ. ജനകരാജാവിൻ്റെ പുത്രിയും ദശരഥ തനയൻ്റെ പത്നിയുമായ സീതയെ അരക്കന്മാർ അധിവസിക്കുന്ന ദണ്ഡകാരണ്യത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോന്നു. അലസഗമനയായ വൈദേഹി എന്നെ സ്വീകരിക്കുവാനും എൻ്റെ പള്ളിമഞ്ചത്തിൽ ശയിക്കുവാനും കൂട്ടാക്കുന്നുമില്ല. ജാനകിയെപ്പോലെ സർവാംഗ സുകുമാരിയായൊരുവളെ 3 ലോകത്തിൽ തിരഞ്ഞാലും കാണുകയില്ല. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുമില്ല. അത്യധികം കൃശമായ ഉദരം, തടിച്ച ജഗനം, ശരൽക്കാല ശശാങ്കനെ പോലെയുള്ള ആനനം, തങ്കപ്രതിമ പോലെയുള്ള അവളെ മായ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് തോന്നുക. തുടുത്ത നഖങ്ങളും രക്തവർണ്ണമാർന്ന ഉള്ളം കാലുകളുമുള്ള ആ മൃദുലാംഗിയുടെ പാദങ്ങൾ കാണുമ്പോൾ തന്നെ മന്മഥവികാരം എന്നിൽ ആളിക്കത്തുന്നു. ഹൂതാഗ്നിയുടെ ജ്വാലകൾ പോലെ, ആദിത്യൻ്റെ കിരണങ്ങൾ പോലെ പരിശുദ്ധിയാണ് സീത. നിർമ്മല തരങ്ങളായ മനോഹര നേത്രങ്ങൾ, ഉയർന്ന നാസിക, മനോമോഹനമായ വദനം. അവളുടെ ഏതൊരു അംഗം കാണും തോറും കാമൻ്റെ കണകൾ എന്നെ വിവശനാക്കി തീർക്കുന്നു. കോപത്തിലും സന്തോഷത്തിലും ഒരേ മട്ടിൽ വൈവർണ്യമുണ്ടാക്കി ദുഃഖവും ഉഷ്ണവും നൽകുന്ന അനങ്കനാൽ ഞാൻ അത്യധികം അവശനായി കഴിഞ്ഞു. ആ ഭാമിനി ഒരാണ്ടത്തെ അവധിയാണ് എന്നോട് അപേക്ഷിച്ചിട്ടുള്ളത്. ആയതലോചനയായ ആ കാമിനിയാങ്കിയുടെ അഭ്യർത്ഥന ഞാൻ അനുവദിച്ചിരിക്കുന്നു. അവളാകട്ടെ ഭർത്താവിനെ, വനവാസിയായ രാമനെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ വളരെ ദൂരം ഓടിയ അശ്വത്തെ പോലെ ഞാൻ കാമം കൊണ്ട് തളർന്നു കഴിഞ്ഞു. ക്രൂരജീവികൾ അനേകം അധിവസിക്കുന്നതും അപാരവുമായ സാഗരത്തെ മർക്കടത്താന്മാരും ദശരഥകുമാരന്മാരും എങ്ങനെ കടന്ന് ഇവിടെ എത്തും? അഥവാ ഒരേ ഒരു കുരങ്ങൻ ലങ്കയിൽ വന്ന് നമുക്ക് അഴലേകിയിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് അവസാനിക്കുന്നതെന്നും അറിയുവാൻ നിവൃത്തിയില്ല. എൻ്റെ ആശയം വിശദമാക്കാം. മനുഷ്യന് യാതൊരു ഭയവും എനിക്കില്ല. എന്നാലും നാം ആലോചിക്കണം. നിങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ദേവന്മാരെ മുഴുവൻ ഞാൻ അന്ന് വിജയിച്ചിട്ടുള്ളത്. ആ രാജപുത്രന്മാർ സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരെ മുൻനിർത്തി സമുദ്രത്തിനക്കര എത്തിയിരിക്കുന്നു. സീതയെ അപഹരിച്ച മാർഗം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതായാലും ശരി, അരണ്യവാസികളായ ആ രാജകുമാരന്മാർക്ക് സീതയെ കൊടുക്കരുത്. അവരെ നിഗ്രഹിക്കണം. അതിനുള്ള വഴിയാണ് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് പറഞ്ഞു തരേണ്ടത്. നിങ്ങളുടെ തീർപ്പ് പറയുവിൻ. ആ കവിക്കൂട്ടത്തെയും കൊണ്ട് ആഴിയെ കടക്കുവാൻ ലോകത്തിൽ ഒരാൾക്കും കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം തീർച്ച, സീത എനിക്കുള്ളതാണ് എന്ന്. മദനപീഡിതനായ രാവണൻ്റെ ഭ്രാന്തവചനങ്ങൾ കേട്ടപ്പോൾ കുംഭകർണന് കോപമാണുണ്ടായത്. അല്പം പരുഷമായി തന്നെ പറഞ്ഞു. ലക്ഷ്മണനോടൊന്നിച്ച് അരണ്യത്തിൽ വസിക്കുന്ന രാമനിൽ നിന്ന് സീതയെ അപഹരിച്ചത് സ്വയം ആലോചിച്ച് ഉറച്ചിട്ടല്ലേ? വീരാഞ്ജനം യമുനാ നദിയിൽ എന്ന പോലെ അപ്പോൾ തന്നെ കാര്യങ്ങൾ ഉറക്കേണ്ടതായിരുന്നു.
മഹാരാജാവേ, സീതാപഹരണത്തിന് മുമ്പായി ഞങ്ങളോടുകൂടി ആലോചിച്ചിരുന്നാൽ എത്രമാത്രം നന്നാകുമായിരുന്നു. രാക്ഷസേശ്വരനായ ദശവദന, മന്ത്രിമാരും ഒന്നിച്ച് ചിന്തിച്ച് തീർപ്പുണ്ടാക്കിയേ ഒരു രാജാവ് എന്തും ചെയ്യാവൂ. എന്നാൽ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. നയമില്ലാത്ത കൃത്യങ്ങൾ വിപരീത ഫലങ്ങളെ ഉണ്ടാക്കും, എല്ലാം ദുഷിപ്പിക്കും. അത് അശുദ്ധി ബാധിച്ച ഹോമദ്രവ്യങ്ങൾ പോലെയാണ്. ആദ്യം ചെയ്യേണ്ടത് പിന്നെയും, അവസാനത്തിൽ വേണ്ടത് ആദ്യവും ചെയ്യുന്നവൻ നീതിയും അനീതിയും അറിയാത്തവനാകുന്നു. ആലോചിക്കാതെ അതിവേഗത്തിൽ കർമ്മമനുഷ്ഠിക്കുന്നവൻ്റെ കൃത്യപ്പഴുതിൽ ശക്തനായ ശത്രു സൂത്രത്തിൽ കടന്നുകൂടും. ചക്രവാക പക്ഷികളുടെ പിളർപ്പിൽ മറ്റു പക്ഷികൾ പെട്ടെന്ന് വന്നു ചേരാറില്ലേ? പ്രഭോ, അവിടുന്ന് ഏറ്റവും വലിയൊരു കൃത്യമാണ് ചെയ്തു വെച്ചത്. ആരോടും ആലോചിച്ചതുമില്ല. കാഗോള വിഷം ചേർന്ന ഭക്ഷണം കഴിച്ച ജീവിയെപ്പോലെ കാകുൽസ്ഥൻ അവിടുത്തെ നശിപ്പിക്കാത്തത് മഹാഭാഗ്യമായി. അതിശക്തരായ അരികളോട് അങ്ങ് ചെയ്ത ആ കൃത്യത്തെ ഈ അനുജൻ ശരിപ്പെടുത്തിക്കൊള്ളാം. അതുല്യമായ ഫലമാണ് അവിടേക്കുള്ളത്. ശത്രുക്കളെ മുഴുവൻ ഞാൻ കൊന്നൊടുക്കാം. ദേവേന്ദ്രനോ ആദിത്യനോ ആയാലും, അഗ്നിയോ വായുവോ ആയാലും, അന്തകനോ കുബേരനോ ആയാലും ആ രണ്ടാളോട് പൊരുതുവാൻ മഹാപരികം ഉയർത്തിയവനും മാമല പോലെയുള്ളവനുമായ ഞാൻ മാത്രം മതിയാകും. കടുകടുത്ത ദംഷ്ട്രകൾ കാട്ടി ഞാനൊന്ന് അലറിയാൽ ദേവർക്കോൻ പോലും കിടുകിടെ വിറയ്ക്കും. എന്നിട്ടാണോ ആ രാമൻ? രണ്ടാമത് ഒരമ്പ് കൂടി രാമൻ അയച്ചേക്കാം. അപ്പോഴേക്കും അവൻ്റെ രക്തം മുഴുവൻ എൻ്റെ ഉദരത്തിലാക്കി കഴിയും. സംശയിക്കേണ്ട, അങ്ങ് ആശ്വസിക്കൂ. നൃപാത്മജന്മാരായ രാമലക്ഷ്മണന്മാരെ നിഗ്രഹിച്ച് അവിടുത്തേക്ക് സുഖമേകുവാൻ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. വാനരവര്യന്മാരെ മുഴുവൻ തിന്നു മുടിച്ചേക്കാം. ഒന്നാം തരം മദ്യം ആസ്വദിച്ച് അങ്ങ് ഇഷ്ടം പോലെ സന്തോഷിച്ചുകൊള്ളൂ. രാമനെ ഞാൻ യമാലയത്തിലേക്ക് അയക്കുകയായി. മൈഥിലി അങ്ങയുടെ അധീനത്തിൽ ആണല്ലോ. പൗലസ്ത്യനന്ദനായ രാവണന്റെ വദനം കോപകലുഷിതമായിരിക്കുന്നത് മഹാപാർശ്വൻ ശ്രദ്ധിച്ചു. അല്പമൊന്ന് ചിന്തിച്ചു. പിന്നീട് തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് സാദരം പറഞ്ഞു: ഉഗ്രമൃഗങ്ങളും 8 അടി പുലികളും നിറഞ്ഞൊരു മഹാരണ്യത്തിൽ ചെന്നൊരാൾക്ക് തേൻ കിട്ടിയിട്ടും കഴിക്കാതിരിക്കുന്നത് അറുവിഡ്ഢിത്തം മാത്രമല്ലേ? രാക്ഷസേശ്വരനായ അവിടുത്തേക്ക് ഒരു ഈശ്വരൻ ഉണ്ടാവുകയോ? അരികളുടെ തകർന്ന ശിരസുകളിൽ പാദങ്ങളൂന്നിയ അവിടുന്ന് സീതാസമേതനായി യഥേച്ഛം സുഖിച്ചുകൊള്ളൂ. കുക്കുടധർമ്മത്തെ അവിടുന്ന് സ്വീകരിക്കൂ. ബലശാലിയായ അവിടുന്ന് അപഹരിച്ചുകൊണ്ടുവന്ന സീതയെ ഗാഢാലിംഗനം ചെയ്ത് ആനന്ദിച്ചുകൊള്ളൂ. അവിടുത്തെ ആഗ്രഹസിദ്ധി ആദ്യമായി വന്നു ചേരട്ടെ. അതിനുശേഷം ആപത്തുകൾ വന്നതോ വരുന്നതോ വരുവാൻ പോകുന്നതോ ഏതു തന്നെയായാലും ഞങ്ങൾ തടുത്തുകൊള്ളാം. അമയബലവാന്മാരായ ഇളയ രാജാവ് കുംഭകർണനും യുവരാജാവ് ഇന്ദ്രജിത്തും ഞങ്ങളോടൊന്നിച്ചുണ്ടായാൽ മതി. വജ്രമോങ്ങിയ ദേവേന്ദ്രനോടുകൂടി നിഷ്പ്രയാസം ഞങ്ങൾ തടുത്തു നിർത്തും. പ്രഭോ, അശക്തന്മാരായവർക്ക് വിധിച്ചതാണ് സാമം, ദാനം, ഭേദം എന്നീ ഉപായങ്ങൾ 3 ശൂരൻ ദണ്ഡനീതിയെ സ്വീകരിക്കൂ. അതുകൊണ്ട് അവിടുന്ന് ആഗ്രഹം നേടൂ. ഈ ലങ്കാനഗരിയിലേക്ക് ശത്രുക്കൾ കാലെടുത്ത് വെച്ചാൽ അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് അവരെ മുഴുവൻ ഞങ്ങൾ ഛിന്നഭിന്നരാക്കി അവസാനിപ്പിച്ചു കൊള്ളാം. സംശയിക്കേണ്ട. മഹാപാർശ്വന്റെ വാക്കുകൾ രാജരാജനായ രാവണനെ ഏറ്റവും സന്തോഷിപ്പിച്ചു. അവനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹാപാർശ്വ, എൻ്റെ ഒരു രഹസ്യ വർത്തമാനം നിന്നെ അറിയിക്കുവാനുണ്ട്. കുറേ കാലം മുമ്പാണുണ്ടായത്. അഗ്നിജ്വാല പോലെ സൗന്ദര്യമെഴുന്ന പുഞ്ചകസ്ഥലയെ ഒരു ദിവസം ഞാൻ ആകാശത്തിൽ കണ്ടു. അവൾ എന്നെ നേരിട്ടപ്പോൾ പതുങ്ങി ബ്രഹ്മാലയത്തിലേക്ക് പോകുവാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ അടുത്തു. ബലാൽ ആലിംഗനം ചെയ്തു. പരിപൂർണ നഗ്നയാക്കി. കലങ്ങിയ സരസ് പോലെ അവൾ ഓടിച്ചെന്ന് സ്വയംഭൂ ഭഗവാനെ അഭയം പ്രാപിച്ച് വിലപിച്ചു. ഞാൻ ബലാത്കാരം ചെയ്തത് സ്വയമായി അറിഞ്ഞ പിതാമഹൻ ക്രോധത്തോടെ എന്നെ നോക്കി പറഞ്ഞു: രാവണ, ഇന്നു മുതൽ പരസ്ത്രീയെ ബലമായി സ്പർശിച്ചാൽ നിന്റെ ശിരസ് 100 പിളരും. സംശയമില്ല മഹാപാർശ്വ, അന്നുണ്ടായ ശാപത്തെ ഓർത്ത് ഭയപ്പെടുന്നതിനാൽ മാത്രമാണ് സീതയെ ബലം പ്രയോഗിച്ച് എൻ്റെ ശയ്യയിൽ കയറ്റാത്തത്. എൻ്റെ ശക്തി മഹാസാഗരം പോലെ അപാരമാണ്. ഗതിയാകട്ടെ കൊടുങ്കാറ്റ് പോലെ ദുർനിരോധമാണ്. ഇതൊന്നും അറിയാത്ത ആ രാമൻ എന്നോട് എതിരിടാൻ ഉദ്ദേശിക്കുന്നു. ഗുഹയുടെ ഉള്ളിൽ സുഖമായി ഉറങ്ങുന്നൊരു സിംഹത്തെ പോലെയുള്ളവനെ, കോപാന്തനും കൂടിയായ അന്തകനെ പോലെയുള്ളവനെ ഉണർത്തുവാനാണ് അവൻ ശ്രമിക്കുന്നത്. 2 നാവുകളുള്ള ഉഗ്രനാഗങ്ങൾ പോലെയുള്ള നിശിത ബാണങ്ങളാണ് എൻ്റേത്. ഇന്ന് വരെ ഉണ്ടായ യുദ്ധത്തിൽ ഇത്തരം ശരങ്ങളെ നേരിടുവാൻ ഇടവരാത്തത് കൊണ്ട് മാത്രം ആ രാമൻ എന്നോട് എതിർക്കുവാൻ തുടങ്ങുന്നു. തീപന്തങ്ങൾ കൊണ്ട് കൊമ്പനാനയെ എന്ന പോലെ
ഉഗ്രബാണങ്ങളെ കൊണ്ട് ആ രാമനെ ഞാൻ ഭസ്മമാക്കും. വൻ പടയോടുകൂടിയ ഞാൻ അവൻ്റെ വാനര സൈന്യങ്ങളെ ബലാദിത്യ കിരണങ്ങൾ നക്ഷത്ര ശോഭകളെ എന്ന പോലെ നശിപ്പിക്കും. ദിക്പാലകനാഥനായ ഇന്ദ്രനുകൂടി എന്നെ അടക്കുവാൻ സാധിച്ചിട്ടില്ല. വരുണൻ അശ്രാന്ത പരിശ്രമം ചെയ്താലും എന്നെ ജയിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ കയ്യൂക്കുകൊണ്ട് കുബേരനെ വിജയിച്ചിട്ടല്ല ഈ രാജ്യത്തിൽ അധിവസിക്കുവാൻ തുടങ്ങിയതു തന്നെ. നക്തഞ്ചരേന്ദ്രൻ്റെ വാക്കുകൾ, കുംഭകർണൻ്റെ ഗർജനങ്ങൾ, മഹാപാർശ്വൻ്റെ ജ്വൽപ്പനങ്ങൾ എന്നിവയെല്ലാം കേട്ട വിഭീഷണൻ അഗ്രജനോട് രാജരാജനായ രാവണനോട് ഹിതവും അർത്ഥയുക്തവുമായ വാക്കുകൾ വീണ്ടും തുടർന്നു. മഹാരാജാവേ, മന്ദസ്മിതമാകുന്ന ഉഗ്രദംഷ്ട്ര ചിന്തയാകുന്ന വിഷം, പുരസ്ഥലമാകുന്ന ഭോഗനിലയം, 5 വിരലുകളാകുന്ന 5 പത്തി, ഇവയെല്ലാം ഒത്ത സീത എന്ന ഉഗ്രസർപ്പത്തെയാണ് അവിടുന്ന് പിടിച്ചത്. പ്രഭോ, മഹാഗിരികളെ പോലെ അതികായകന്മാരായ കപിവരന്മാർ പല്ലും നഖങ്ങളും ആയുധമാക്കിയിട്ടുള്ളവർ ഈ ലങ്കയിലേക്ക് പാഞ്ഞെത്തുന്നതിനു മുമ്പേ രഘുവരന് സീതയെ കൊണ്ടുപോയി സമർപ്പിക്കൂ. വജ്രതുല്യങ്ങളായ നിശിത ശരങ്ങൾ വായു പോലെ വന്ന് നിശാചരൻ വരന്മാരുടെ ശിരസുകൾ കൊയ്തെടുക്കുന്നതിന് മുമ്പ് രഘുനാഥന് സീതയെ കൊണ്ടുപോയി സമർപ്പിക്കൂ. 3 ലോകങ്ങൾക്കും അധിപനായ രാക്ഷസേശ്വര, ഇന്ദ്രജിത്ത്, കുംഭകർണൻ, മഹാപാർശ്വൻ, മഹോദരൻ, നികുംഭൻ, കുംഭൻ, അതികായൻ തുടങ്ങിയ പ്രമുഖന്മാരെല്ലാവരും ഒന്നിച്ചാലും രാമൻ്റെ മുന്നിലെത്തിയാൽ മരിക്കാതെ മാറുവാൻ സാധിക്കുന്നതല്ല. ആദിത്യൻ്റെയും അമരവരന്മാരുടെയും സഹായമുണ്ടായാലും അന്തകൻ്റെയോ ദേവേന്ദ്രൻ്റെയോ അധീനത്തിലായാലും രസാതലത്തിലോ സ്വർഗത്തിലോ പോയി ഒളിച്ചാലും രാമബാണത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.